ഹലോ ഹായ് നമസ്കാരം. എല്ലാ ആഴ്ചയും തിയേറ്ററുകളിലേക്ക് എത്തുന്ന എല്ലാ സിനിമകളും കാണണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് സാധിക്കാറില്ല. മിക്കവാറും ഫസ്റ്റ് ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പല സിനിമകൾക്കും ടിക്കറ്റ് എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഷോ നടക്കാറില്ല. ഞാൻ 1, 2, 3 തവണയൊക്കെ തിയേറ്ററിൽ പോയിട്ടും നിങ്ങൾ മാത്രം ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചു വരേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മിസ്സായി പോയ ഒരു സിനിമ ഇത് നിങ്ങളൊന്ന് കാണണം, കണ്ടിട്ട് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് എനിക്കൊരു വിളി വന്നപ്പോൾ ഞാൻ കാണാൻ തീരുമാനിച്ചൊരു സിനിമയാണ്. എനിക്കങ്ങനെ ഭയങ്കര പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ആവറേജോ അതിൽ താഴെ നിൽക്കുന്നൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ ജഡ്ജ്മെൻറ്റിനെല്ലാം തെറ്റിച്ചുകൊണ്ട് ഞാൻ തിയേറ്ററിൽ ഒരു രസമായിട്ട് നല്ലൊരു മൂഡിലിരുന്ന് കണ്ട ഒരു സിനിമയാണ്. ഇതിനകത്ത് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്, സിറ്റുവേഷൻസ് ഉണ്ട്, പെയിൻ ഉണ്ട്, തരക്കേടില്ലാത്ത പ്രകടനങ്ങളുണ്ട്, പിന്നെ ഒരു ഫാൻറ്റസി എലമെൻ്റ് ഉണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കൊള്ളാം, കുറച്ചുകൂടി ഒന്ന് സെറ്റായിരുന്നെങ്കിൽ ഇതൊരു അടിപൊളി പടമായിരുന്നു എന്ന് തോന്നിയ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇറ്റ്സ് എൻ ഓക്കെ വാച്ച് ഫോർ മീ. സിനിമയുടെ പേര് കൂടോത്രം എന്നാണ്. ബൈജു എഴുപന്നെയാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഗോപി സുന്ദറാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ജിസ്ബിൻ സെബാസ്റ്റ്യൻ ആൻഡ് ഷിജി ജയദേവനാണ് ഇതിന്റെ DOP വർക്ക് ചെയ്തിട്ടുള്ളത്. എഡിറ്റർ ഗ്രേസൺ ആണ്. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ് സന്തോഷ് ഇടുക്കിയാണ് ചെയ്തിട്ടുള്ളത്. ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓഡിയോഗ്രഫി MR രാധാകൃഷ്ണനാണ്. സൗണ്ട് ഡിസൈനർ വിക്കിയാണ്. VFX ചെയ്തിട്ടുള്ളത് ഗോൾഡൻ ഫ്രെയിംസ് ആൻഡ് വിശ്വ VFX ആണ്. ഈ പേരുകളൊക്കെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഈ സിനിമയിൽ എനിക്ക് പോസിറ്റീവായി ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഞാൻ വിഷ്വൽ പറയും. ഒന്ന്, ആ നാട്, അതായത് ഒരു കുന്നിൻ്റെ മുകളിൽ കുറച്ച് ആളുകളുണ്ട്, നല്ല ഡിസ്റ്റൻസ് ഇട്ടിട്ടുള്ള വീടുകളൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് കാണുമ്പോഴേ നമുക്ക് അവരുടെ ഒരു ജീവിതം, അതിൻ്റെ അവസ്ഥ, അതിനെക്കുറിച്ചൊരു ധാരണയൊക്കെ കിട്ടും. അങ്ങനെ താമസിക്കുന്ന കുറച്ച് ആൾക്കാർ. പക്ഷേ ആ കുന്ന് ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റുക, അവിടെ നിന്ന് മറ്റ് പല ഉദ്ദേശങ്ങളുമായി വരുന്ന പ്രൈവറ്റ് കമ്പനികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഇവരെ ഒന്ന് കൂടി ഒഴിപ്പിക്കണം, ഇതാണ് വിഷയം. അപ്പോൾ അവിടുത്തെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആ വീട്ടുകാരൻ, അയാളെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. പക്ഷേ ആ മലയുമായി ബന്ധപ്പെട്ട് പല വിശ്വാസങ്ങളും നിലവിലുണ്ട്. ആ വിശ്വാസങ്ങളെ കൂടി ചേർത്ത് പിടിച്ചിട്ടാണ് ഈ മനുഷ്യരൊക്കെ അവിടെ താമസിക്കുന്നത്. അവർ തമ്മിലുള്ളൊരു ഡൈനാമിക്സ് ഉണ്ട്. പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഉണ്ടാവുന്ന ആ ഡൈനാമിക്സ് ചേഞ്ച് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളെ വിഷ്വലി അവർ നമുക്ക് വളരെ ഈസി ആയിട്ട്, എന്ന് വെച്ചാൽ ആ ഭൂമിശാസ്ത്രം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. 1-2 ഇടങ്ങളിൽ ഒരിക്കലെടുത്ത് അതേ ഷോട്ട് പ്ലേസ് ചെയ്യുന്നതാണോ അതോ അതേ ക്യാമറ മൂവ്മെൻറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുകൊണ്ട് തോന്നുന്നതാണോ എന്ന് തോന്നിപ്പിച്ച ചില ഇടങ്ങളുണ്ട്. അതുപോലെ ചില സ്ഥലങ്ങളിൽ മാത്രം ഈ ഷാർപ്നെസ് കൂടിയും കുറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഷോട്ട് ക്ലോസ് വെക്കുമ്പോൾ ഉള്ളതും കുറച്ച് വൈഡ് വെക്കുമ്പോൾ ഉള്ളതും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. കളറിങ്ങിലും അതുപോലെ ആ പിക്ചറിൻ്റെ ഒരു ഷാർപ്നെസ്സിലൊക്കെ ഒരു ചെറിയ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ നാട്, അവിടുത്തെ ആളുകൾ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഈ സിനിമയിലൊക്കെ പലപ്പോഴും ആർട്ടിസ്റ്റുകളുടെയൊക്കെ സ്കിന്നൊക്കെ ഭയങ്കര സ്മൂത്താക്കി കാണിച്ചിട്ട് അങ്ങനത്തെ പല പരിപാടികളും കളറിങ്ങിലൊക്കെ വരാറുണ്ട്. ഇത് നമുക്ക് ഭയങ്കര ഒരു റിയൽ ഫീലുണ്ട്, ഒരു ക്ലോസ് ടു ഒറിജിനൽ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. ആരെയും അങ്ങനെ വെളുപ്പിച്ച് പതപ്പിക്കൽ എന്ന് പറയുന്ന പോലത്തെ പരിപാടികളില്ല. പ്രകൃതിയുടെ ഭംഗിയുണ്ട്. അതിൻ്റെ കൂടെ വിഷ്വൽ ഞാൻ ഫസ്റ്റ് പോസിറ്റീവായിട്ട് പറയാനുള്ള കാരണം ഇതിൽ AI വെച്ച് അവർ ചെയ്തിട്ടുള്ളത് AI ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ VFX പരിപാടികൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ഫാൻറ്റസി ഫോക്ലോർ എലമെൻറ്റ് വരുന്നുണ്ട്. ആ കാര്യത്തിനെ അവർ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ടാണ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നാളെ ഇവർ ഇത് മാത്രം വെച്ചിട്ട് ചിലപ്പോൾ ഒരു സിനിമ തന്നെ ഇറക്കിയെന്ന് പറയും കേട്ടോ. ഒരൊറ്റ മനുഷ്യനെ പോലും അഭിനയിപ്പിക്കാതെ ഫുൾ AI വെച്ചിട്ടൊരു സാധനം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന പോലെ അത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അയ്യോ, എന്ത് രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ബൈജു എഴുപന്നയുടെ ഒരു രൂപത്തിൻ്റെ ഒരു കട്ടൊക്കെ എടുത്ത് വെച്ചിട്ടാണ് അവരതിലൊരു മെയിൻ ക്യാരക്ടറിനൊക്കെ ചെയ്തിരിക്കുന്നത്. അയ്യോ, എന്ത് രസമാണത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതുപോലത്തെ ഒരു സ്റ്റോറിയൊക്കെ ചെയ്തെടുപ്പിക്കാൻ പറ്റും. അതൊരു 1.5 മണിക്കൂർ 1.25 മണിക്കൂറിൻ്റെ ഒരു സിനിമയൊക്കെ ആക്കി ഇറക്കി കഴിഞ്ഞാൽ എന്തൊരു പഞ്ചായിരിക്കുമെന്ന് തോന്നിപ്പോയി. അങ്ങനെയാണ് അവരത് ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ മൊത്തം സിനിമയുടെ ഒരു വിഷ്വൽ ലാംഗ്വേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പോരായ്മകൾ അവിടെ ഇവിടെയും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ മ്യൂസിക് സൈഡാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എനിക്ക് നല്ലതായിട്ട് തോന്നി. ചില ഇടങ്ങളിൽ എന്തോ ഒരു മിസ്മാച്ച് പോലെയൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ ഓളത്തിൽ അത് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ പാട്ടുകളാണ് എനിക്ക് അത്ര അങ്ങോട്ടൊരു ഭയങ്കര ഫീൽ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ചില പാട്ടുകൾ ഈ സിറ്റുവേഷനിൽ ഒരു പാട്ട് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന പോലെ, അല്ലെങ്കിൽ ഈ പാട്ട് മറ്റൊരു സിറ്റുവേഷനിൽ പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് പറയുന്ന പോലത്തെ ആ പ്ലേസ്മെൻറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഫീൽ ചെയ്തു. ബട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചിട്ട് അവരതിനെ എലിവേറ്റ് ചെയ്യാനുള്ള പരമാവധി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിനോട് അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അടിപൊളിയായിരുന്നു. പിന്നെ പറയേണ്ടത് പ്രകടനങ്ങളാണ്. ബൈജു എഴുപന്ന ഒരു ഗംഭീര പ്രകടനം നടത്തുന്ന അഭിനേതാവ് എന്ന് പറയുന്ന ഒരു അഭിപ്രായം എനിക്കില്ലെങ്കിലും പുള്ളി സെർട്ടിലായിട്ട് കിട്ടുന്ന സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഈ സിനിമയിൽ പുള്ളി പിടിച്ചിട്ടുള്ളൊരു പേസ് ഉണ്ട്. ഒരു സ്ലോ പേസിൽ പയ്യെ സംസാരിക്കുക. അതേപോലെ എക്സ്പ്രഷൻസ് ആണെങ്കിലും ഭയങ്കര മിനിമലായിട്ട് പിടിച്ചിട്ട് അതൊരു ഗംഭീര സ്കെയിലായിരുന്നു. അതിൽ പുള്ളി കറക്റ്റായിട്ട് പോകുന്നുണ്ട്. വെച്ചാൽ അത്രയും റിലേറ്റബിളായിട്ട് ആ ക്യാരക്ടർ ഫീൽ ചെയ്യും. നമ്മളിങ്ങനെയുള്ള ആളുകളെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എവിടെയൊക്കെയോ കണ്ട് മറന്ന മുഖങ്ങൾ എന്ന് പറയുന്ന പോലെ അങ്ങനെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ കറക്റ്റ്
സ്കെയിലിൽ പുള്ളി പോയിട്ടുണ്ട്. പുള്ളിയുടെ ഗെറ്റപ്പും എല്ലാം. അതുപോലെ തന്നെ പുള്ളിയുടെ മക്കളായിട്ട് 2 ഇരട്ടക്കുട്ടികളുണ്ട്, പെൺകുട്ടികൾ. അവർ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ ആ ഇമോഷൻസ് ഒക്കെ വരുമ്പോഴേ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് വന്നിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എടുത്ത് പറയണമെന്ന് തോന്നുന്ന ഒരു പെർഫോമർ അത് പ്രമോദ് വെളിയനാടാണ്. പ്രമോദ് വെളിയനാട് ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ്. പുള്ളി എല്ലാ സിനിമകളിലും നല്ല രീതിയിൽ തന്നെയാണ് അഭിനയിക്കുന്നത്. പക്ഷേ ആദ്യകാലത്തെ കുറച്ച് സിനിമകൾ കഴിഞ്ഞിട്ട് പുള്ളിക്ക് അങ്ങനത്തെ ഒരു വേഷം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. ഇവിടെ കുറച്ചേ ഉള്ളൂ, കുഞ്ഞു കുഞ്ഞു ഡയലോഗുകളും ചെറിയൊരു വേഷമൊക്കെയാണ്. പക്ഷേ അതിനൊരു പഞ്ചോടുകൂടി അവതരിപ്പിക്കാൻ ആ ഡയലോഗ് ഡെലിവറി, പുള്ളി ചോദിക്കുന്ന ചില ചോദ്യങ്ങളും പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അങ്ങേറെ ഡയലോഗ് ഡെലിവറിയുടെ ഒരു പഞ്ചിൽ നിൽക്കുന്നതാണ്. അത് പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര പെർഫോമൻസ് ഇടാനുള്ള അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. പക്ഷേ ഉള്ളതിനെ വളരെ നീറ്റായിട്ട് കൈകാര്യം ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് ഇതിൻ്റെ മൊത്തം ജോഗ്രഫിയാണ്. എന്ന് വെച്ചാൽ ആ സ്ഥലം നമുക്കറിയാം, അവിടുത്തെ ആളുകൾ നമുക്കറിയാം, അവരുടെ ലൈഫ് സ്റ്റൈൽ നമുക്കറിയാം. ഒരാൾ രാവിലെ എണീറ്റ് ജോലിക്ക് പോകുമ്പോൾ അതിനു മുമ്പ് ചെയ്തു തീർക്കുന്ന കാര്യങ്ങൾ, അവർക്ക് നടന്നു തീർക്കാനുള്ള വഴി, ആ ഒരു പോക്ക്, പിന്നെ അവർക്ക് ജീപ്പ് കിട്ടിയില്ലെങ്കിലുള്ള പാട്, ബസ് കിട്ടിയിട്ടില്ലെങ്കിലുള്ള പാട് എന്നൊക്കെ പറയുന്ന പോലെ ആ കുട്ടികൾ എല്ലാം, അതായത് ആ നാടിൻ്റെ മുഴുവൻ ഒരു കൾച്ചർ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. ഞാനിങ്ങനെ ഫസ്റ്റ് പാറപ്പുറത്തൊരു വീടൊക്കെ കണ്ടപ്പോൾ ഇവരെങ്ങനെ ജീവിക്കും എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവിടെ ഉണ്ട്, അത്യാവശ്യ കാര്യങ്ങൾക്ക് അവർ താഴേക്ക് പോകുന്നു എന്ന് പറയുന്ന ആ ലൈഫ് സ്റ്റൈലിനെ, എന്ന് വെച്ചാൽ ഞാനിതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ പേര് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അതാണ്. സന്തോഷ് ഇടുക്കി. അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരത്ത് നിന്നുകൊണ്ട് കണ്ടെടുക്കുന്ന കഥയായതുകൊണ്ടായിരിക്കും അതിനകത്തൊരു വളരെ റിയലായിട്ടുള്ള ജീവിതങ്ങൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പലപ്പോഴും ഇങ്ങനൊരു സിനിമ വരുമ്പോൾ ഇതിനകത്തൊരു ഫാൻറ്റസി എലമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനെ മാക്സിമം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ പാകത്തിന് ബാക്കിയുള്ളതിനെ ഭയങ്കര മിനിമം ഇത് കൊടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും പല സിനിമകളിലും കാണാറുള്ളത്. പക്ഷേ ഇവിടെ ആ ജീവിതത്തിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫാൻറ്റസി എലമെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതിനെ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കോർപ്പറേറ്റ് കമ്പനികളും അതുപോലെയുള്ള പിടിച്ചടക്കലുകളും രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള പരിപാടികളും ഒക്കെ, അതിലൊക്കെ ഒരു പൊളിറ്റിക്കൽ ആംഗിളുണ്ട്. അതിനെയും വളരെ മിനിമലായിട്ട് എന്നാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ ആ ഫാൻറ്റസി എലമെൻറ്റ്, ആ സ്റ്റോറി, അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതിയാണ്. അത് നിങ്ങൾ തിയേറ്ററിൽ കണ്ട്, ഇനി അതല്ല OTT വരുമ്പോഴാണെങ്കിലും അത് നിങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിക്കേണ്ടതാണെന്ന് തോന്നുന്നു. നെഗറ്റീവായി ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ വളരെ പ്രെഡിക്റ്റബിളാണ്. ക്ലൈമാക്സിലെ ചില കാര്യങ്ങൾ വളരെ പ്രെഡിക്റ്റബിളാണ്. ഞാനിങ്ങനെ പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ഊഹിച്ച് വെച്ചിരുന്ന കാര്യങ്ങളുണ്ട്, അത് തന്നെയാണ് ക്ലൈമാക്സ് ആകുമ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ ഹൊറർ എലമെൻറ്റിനെ അവർ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സൗണ്ട് കൊണ്ടാണ് ആ ഹൊറർ അവർ മാക്സിമം ക്രിയേറ്റ് ചെയ്യുന്നത്. അത് വിഷ്വലൈസ് ചെയ്യാൻ അവർക്ക് പറ്റിയിരുന്നെങ്കിൽ, കുറച്ചും കൂടി പഞ്ചോടുകൂടി അവതരിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലാണ്. ഇറ്റ്സ് എ ലൈറ്റ് മൂവി. അതാണ്, ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒന്നിനും ഒരു ഹെവി ഫീൽ കൊടുക്കാതെ, ഇപ്പോൾ ആ ഫാൻറ്റസി എലമെൻറ്റിലൊക്കെ ആണെങ്കിൽ ഒരു കാന്താര ലെവലിലേക്കൊക്കെ എലിവേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അങ്ങോട്ടേക്കൊന്നും പോകാതെ അവരതിൻ്റെ ഒരു മിനിമം സ്പേസിലാണ് നിന്നിരിക്കുന്നത്. പിന്നെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന മനുഷ്യരുടെ അതിജീവനവും പോരാട്ടവും അതുപോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ അതിനോട് കാണിച്ചിട്ടുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയും ഒക്കെ പരിഗണിക്കുമ്പോൾ ഇറ്റ്സ് എ ഗുഡ് വാച്ച്. കുറേ എലിവേറ്റ് ചെയ്യപ്പെടാമായിരുന്ന ഒരു സിനിമ, പക്ഷേ ഇതിങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു ബ്യൂട്ടിയുണ്ട്. ഞാനിതൊരു തിയേറ്റർ മസ്റ്റ് വാച്ച് എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് പുഷ് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിലും കണ്ടു നോക്കാവുന്ന ഒരു പ്രോത്സാഹിപ്പിക്കബിൾ സിനിമയായിട്ടാണ് എനിക്ക് കൂടോത്രം ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. എല്ലാ സിനിമയും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടാൻ അർഹതയുള്ള സിനിമകളാണെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ തിയേറ്റർ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ എന്ന് തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.